ഹായ്, ഷോപ്ക്രെഡ് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഷോപ്ക്രെഡ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഓപ്പൺ ചെയ്താൽ കാണുന്ന ഇന്റർഫേസ് ഇതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കുക. സെൻഡ് വെരിഫിക്കേഷൻ കോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ യൂസർ ടൈപ്പ് ആയിട്ട് ഷോപ്പ് സെലക്ട് ചെയ്യുക. ശേഷം കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾ ഷോപ്പ് ഓണർ ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റോർ നെയിം, അതിന്റെ ലൊക്കേഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കറൻസി സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇനി കസ്റ്റമറിന്റെ കണക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം കസ്റ്റമറിനെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യാൻ വേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കസ്റ്റമറിന്റെ നെയിമും മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കസ്റ്റമറിനെ സെലക്ട് ചെയ്യുക. ആഡ് ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി എമൗണ്ട് ആഡ് ചെയ്യാം. ഉദാഹരണത്തിന് ഒരു കസ്റ്റമർ 1000 രൂപക്ക് സാധനം കടം വാങ്ങിയെങ്കിൽ 1000 എന്നത് എമൗണ്ടിൽ ആഡ് ചെയ്തു കൊടുക്കാം. ഇനി കാറ്റഗറി സെലക്ട് ചെയ്യുക. നിങ്ങൾ സാധനം കടം അങ്ങോട്ട് കൊടുത്തത് കൊണ്ട് ഇവിടെ ഗിവൺ സെലക്ട് ചെയ്തു കൊടുക്കുക. ഇനി സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ കസ്റ്റമറിന് വാട്സ്ആപ്പ് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇവിടെ ബാലൻസ് 1000 എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഇത് കസ്റ്റമറിന് വന്ന മെസ്സേജ് ആണ്. ഇവിടെ കസ്റ്റമർ നിങ്ങൾക്ക് എത്ര തരാനുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. ഇനി കസ്റ്റമർ ക്യാഷ് തിരിച്ചു തന്നാൽ ആഡ് ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്ത് എമൗണ്ട് ആഡ് ചെയ്യുക. ഇനി കാറ്റഗറി സെലക്ട് ചെയ്യുക. എമൗണ്ട് തിരിച്ചു കിട്ടിയത് കൊണ്ട് ഇവിടെ കാറ്റഗറി റിസീവ്ഡ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ കസ്റ്റമറിന് മറ്റൊരു വാട്സ്ആപ്പ് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് 0 എന്ന് കാണാം. ഇത് കസ്റ്റമറിന് വന്ന മെസ്സേജ് ആണ്. ഇവിടെ കസ്റ്റമർ നിങ്ങൾക്ക് 0 ബാലൻസ് ആണ് തരാനുള്ളത് എന്ന് കാണാം. ഇനി കസ്റ്റമർ 1000 രൂപ അഡ്വാൻസ് തരികയാണെങ്കിൽ ആഡ് ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്ത് എമൗണ്ട് ആഡ് ചെയ്യുക. അഡ്വാൻസ് ഇങ്ങോട്ട് തന്നതുകൊണ്ട് കാറ്റഗറി റിസീവ്ഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ കസ്റ്റമറിന് വാട്സ്ആപ്പ് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് അഡ്വാൻസ് 1000 എന്ന് കാണാം. ഇനി കസ്റ്റമറിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ അവർക്ക് വന്ന മെസ്സേജിൽ ഇതുപോലെ അഡ്വാൻസ് എമൗണ്ട് കാണിക്കും. ഇനി കസ്റ്റമർ 200 രൂപക്ക് സാധനം വാങ്ങിയെങ്കിൽ ആഡ് ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്ത് എമൗണ്ട് 200 ആഡ് ചെയ്യുക. കാറ്റഗറി ഗിവൺ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ അഡ്വാൻസ് 1000-ൽ നിന്നും 200 കുറഞ്ഞ് 800 എന്ന് കാണാം. കസ്റ്റമറിന്റെ വാട്സപ്പിൽ അഡ്വാൻസ് 800 എന്ന് കാണാം. ഇനി ട്രാൻസാക്ഷന്റെ PDF ഷെയർ ചെയ്യണമെങ്കിൽ ഈ PDF ക്ലിക്ക് ചെയ്ത് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാം.